ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മളെ ഉച്ചക്കുള്ള ചോറും മൈക്കുള്ള കൂട്ടാനും എന്തൊക്കെയാണെന്ന് കാണട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഒരു 3 കോരി ചോറ് ഞാൻ എടുത്തിട്ടോ. ഞാൻ രാവിലെ ഒരു 7 മണിക്ക് ചായയും കടിയും കുടിച്ചതാട്ടോ. ഇപ്പം നേരെ 1 മണിയായി ഉച്ചക്ക്. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 കോരി ചോറ് എടുത്തു. നല്ല ചൂടാട്ടോ, ചെമ്പട്ടിയിൽ നിന്ന് നേരെ കോരി എടുക്കുകയാണ്. ഇത് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള പിന്നെ ചോദിക്കല്ലേ, ആദ്യത്തെ കൂട്ടാൻ ഞാൻ വിളമ്പണത് ഏതാണ്? താറാവിൻ്റെ ഒരു റോസ്റ്റാണ് സംഭവം വിചാരിച്ചത് കേട്ടോ. പക്ഷേ അത് പറ്റ പാളിപ്പോയേ. അതിൻ്റെ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടേ, താറാവിൻ്റെ മാംസം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലിട്ട് ഒരു 5-6 വിസിൽ അങ്ങോട്ട് കൂക്കിപ്പിച്ച്. അപ്പോൾ എന്തുണ്ടായി, അതിൽ ഉള്ളിൻ്റെ കരിഞ്ഞിട്ടിരുന്നു. അതൊക്കെ അങ്ങോട്ട് നല്ലോണം അരിഞ്ഞിട്ടേ അതിൽ വെള്ളം ഇറങ്ങി വന്നേ. പിന്നെ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചു. പക്ഷേ വെള്ളം വല്ലാതെ അങ്ങോട്ട് വറ്റി പോകണില്ല. അപ്പം നല്ലോണം നമ്മൾ വെള്ളം വറ്റിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, ആ ഇറച്ചി ഉണ്ടല്ലോ, താറാവിൻ്റെ ഇറച്ചി, അത് പറ്റി അങ്ങോട്ട് അലിഞ്ഞു പോകും. പിന്നെ നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ, കുറച്ച് നീരുണ്ടായാൽ എന്താ, നമുക്ക് രാത്രി ഇരിക്കാമല്ലോ, കറിയൊക്കെണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചു. പിന്നെ ഇതാട്ടോ മെയിൻ ആയിട്ടുള്ള കറി എന്ന് പറയുന്നത് മത്തൻ കറി. അസ്ലം കുത്തി അറിയില്ല, നമ്മളെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയില്ല മത്തൻ കറി അസ്ലം കുത്തിയതെന്ന്. അതുപോലെ മത്തനാണ് കേട്ടോ, മത്തൻ കറിയാണ്. മത്തൻ ഇങ്ങനെ സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കില്ല നമ്മൾ, അതുപോലെയുള്ള കറിയാണ് കേട്ടോ മത്തൻ കറി. എനിക്ക് നല്ല ഇഷ്ടമുള്ള സംഭവമായിട്ടത്. ചില ആൾക്കാരൊക്കെ പറയും മത്തൻ കറിയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറും. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും തന്നെ ഒരു 2 നല്ല വലിയ കയ്യിൽ കറിയാണ്ട് വെച്ചു. പിന്നെ അതാ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മൂവാണ്ടമാങ്ങ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല നല്ല പച്ച മാങ്ങ തിന്നണമെങ്കിൽ നല്ല രസം കേട്ടോ. പക്ഷേ കഴിഞ്ഞപ്പോൾ നോമ്പൊക്കെ ആയില്ലേനോ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടായിരുന്നു അച്ചാറ്. നല്ല ടേസ്റ്റിലുണ്ട്, ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും അതൊക്കെ അരച്ച് കാണ്ട് ഉണ്ടാക്കിയതാ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫുഡൊക്കെ ഉച്ചക്കത്തെ ചോറ്റിക്കുള്ള കൂട്ടാൻ അറിയുമ്പോൾ ഇത് 3 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയായിരുന്നു എന്നല്ലേ നിങ്ങൾ കമൻറ്റിലൊക്കെ ഒന്ന് പറയും. അപ്പോൾ നല്ലൊരു പിടിച്ചാൻ പോകുന്നുണ്ട് ഞാനിനി. ചോറ്റിക്ക് ആ മത്തൻ്റെ അസ്ലം കുത്തിയതും അതുപോലെ നമ്മളെ താറാവിൻ്റെ ഇറച്ചിയും ആ മാങ്ങൻ്റെ അച്ചാറും കൂടെ ഒന്നേ നന്നായിട്ടൊന്ന് ഒരു കൊയൊക്കെ ഒഴിച്ചിക്കാണ്ട് ഒരു ഉരുള. എന്തൊരു ടേസ്റ്റാണ്. എത്ര പെട്ടെന്ന് എൻ്റെ ചോറ് കഴിഞ്ഞതെന്ന് അറിയാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ടോ.